അപ്പം എൻ്റെ അടുത്തേക്ക് എത്താൻ എന്താണ് കാരണം? ഞാൻ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഫ്രീ ഉള്ള ടൈമിൽ ഇങ്ങനെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തപ്പോഴാണ് ഈ പിന്നെ ചേട്ടൻ്റെ ഇങ്ങനെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇപ്പോൾ ബട്ടൺ അമർത്തിയപ്പോൾ കറക്റ്റ് വാട്സപ്പിലോട്ടാണ് എൻ്റെ വീഡിയോസ് അങ്ങ് ഷെയർ ചെയ്യാം. കാരണം ഞാൻ അത് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ കാണൂ. സത്യം. കാരണം അങ്ങനെ ഒരു ഷെയർ ഞാൻ ഹായ് ഇട്ട് അങ്ങനെ ഷെയർ ചെയ്യാനാണ് ചേട്ടൻ എന്നെ ഇവിടെ വിളിപ്പിക്കാൻ കാരണം. ഓക്കെ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ എനിക്ക് വന്നപ്പോൾ എനിക്ക് നിങ്ങൾ ലിങ്ക് അയച്ചു തന്നില്ലേ ആയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് ലിങ്ക് അയച്ചു ഞാൻ നോക്കാൻ നേരത്തെ ഒരു സ്റ്റുഡിയോയിൽ പാടുന്ന ഒരു ഇതാണ് എനിക്ക് കണ്ടത്. ആ പാട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അപ്പോൾ ഇവരെ എന്നെ വിളിക്കണം എന്നത് ഞാൻ നോക്കാൻ നേരത്തെ ഏറ്റവും വലിയ വലിയ ചാനലുകളിലൊക്കെ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തേക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വാ കമോൺ എന്ന് ഞാൻ പറഞ്ഞ് വന്നേക്കണേണ്. ഞാനൊരു സർപ്രൈസ് തരട്ടെ, എന്തായാലും വന്നല്ലേ. നിങ്ങളെ ഇനി കുഴപ്പിക്കാൻ പറ്റുമോ? നിങ്ങളെ എല്ലാവരും കുഴപ്പിച്ച് നിൽക്കണതല്ലേ. ഓർമ്മയുണ്ടാ? എങ്ങനെയാ ഓർമ്മ? പറയൂ. മുരളിയപ്പാടത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ആ, ഈ പാട്ടല്ലേ നിങ്ങൾ ആദ്യമായിട്ട് പാടുന്നത്? എറണാകുളത്ത് വന്ന് പാടുന്നത്, എറണാകുളത്ത് സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് വന്ന് പാടുന്നത് ഈ പാട്ടാണ്. മനസ്സിലായ? അപ്പത്തേക്ക് ഞാൻ തേടി പിടിച്ച് കണ്ടെത്തിയില്ലേ. എങ്ങനെയുണ്ട്? ഷോക്കായോ? നല്ല പാട്ടല്ലേ ഇത്? മുരളിച്ചേട്ടന്റെ ഈ പാട്ട് മാത്രല്ല കേട്ടോ, പുള്ളിയുടെ എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റാണ്. ഭയങ്കര നല്ല കഴിവുള്ള ഒരു പുള്ളി. ഞങ്ങളെ ഇതിണ്ടിക്കല്ല് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇതിണ്ടിക്കല്ല് കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇവർക്കൊരു പാട്ട് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഈ പാട്ട് തരുന്നത് കേട്ടുന്നത്. അങ്ങനെ നിങ്ങൾ ആദ്യമായി എറണാകുളത്ത് വന്ന ഒരു പാട്ട് പാടുന്നു. എറണാകുളത്ത് വരുന്നത് അതും എനിക്കറിയാം. എറണാകുളത്ത് റെക്കോർഡിങ്ങിനായിട്ട് ആദ്യം വരുന്നത് മുരളി സാറിന്റെ വർക്ക് തന്നെയാണ്. മുരളിച്ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട്. സത്യം പറഞ്ഞ ഈ മുരളിച്ചേട്ടന്റെ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷമാണ് മുരളിച്ചേട്ടൻ ഇത്രയും വലിയ ആളാന്ന് ഞാൻ അറിയാം. എന്തോരം മെസ്സേജാ വന്നതെന്ന് അറിയാം, എന്തോരം പാട്ടുകളെ പാടിയേക്കണെന്ന് അറിയാം. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പല പാട്ടുകളും പലരും ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ ആരൊക്കെയാണെന്നുള്ളത് ആർക്കും അറിയാമുണ്ടാവില്ല. ഈ പാടുന്നവരെ മാത്രമായിരിക്കും ചിലപ്പം അറിയുള്ളൂ. ഈ സംഗീതം ചെയ്യുന്നവരും അതിൻ്റെ ലിറിക്സ് എഴുതിയേക്കുന്നവരെയൊക്കെ നമ്മൾ ഇതാക്കേണ്ടത്. അപ്പോൾ നോക്കാം, ജല്ലിക്കെട്ടിൽ ആ പാട്ടൊന്ന് കേട്ടാലോ? പാടാം, പാടിക്കോ. திண்டுக்கல்லு மதுரஜில்ல எனக்கு எங்கிட்டதா கொஞ்சம் பேச கொஞ்ச நேரம் ஒதுக்கு நான் அம்மி கல்லு ஆட்டுக்கல்லு தோரம் பட்டிக்கல்லு ஐயா பாரு துவச்சு பாரு அசையாத கரிங்கல்லு பாரி கொடுத்தேண்டி மங்கையவ கூந்தலுக்குள்ளே மல்லிகவே ரோஜா வச்சு என்ன முடிக்குள்ள மறைச்சவளே ஏ நகரு 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 நகருடா நாளைக்கு கொல்லுக்கு மின்னுக்கு வரும் தங்க தேருடா. ஏ நகரு 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 நகருடா நாளைக்கு கொல்லுக்கு மின்னுக்கு வரும் தங்க தேருடா. திண்டுக்கல்லு மதுரை ஜில்லா எனக்கு எங்கிட்டதா கொஞ்சம் பேச கொஞ்ச நேரம் ஒதுக்கு நான் அம்மி கல்லு ஆட்டுக்கல்லு தோரம் பட்டிக்கல்லு ஐயா பாரு துவச்சு பாரு அசையாத கரிங்கல்லு. അടിപൊളി. എനിക്ക് ഈ പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. നല്ല രസമാണ്, വിഷ്വലും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ പാട്ടിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. ഇത് ഞങ്ങൾ സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. അങ്ങനെയാണ് സ്റ്റേജിൽ പാടി പിന്നെ ഞങ്ങൾ ആലോചിച്ച് അത് ഈ തലയിലെ ബുദ്ധി. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്ന് റീക്രിയേഷൻ ചെയ്താലോ. ഇത് ദിണ്ടിക്കൽ സാരഥി എന്ന് പറഞ്ഞ ഈ തലയിൽ ബുദ്ധി ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അതിവിടെ ഈ തലയിൽ ഭയങ്കര ബുദ്ധിയാണെന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അത് അങ്ങനെ വന്നേക്കുന്നത്. അതിവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ പോകയാ. പാട്ട് പഠിക്കാൻ പറഞ്ഞ ഭയങ്കര മടിയാ, പക്ഷെ എന്നാ പാടും. അങ്ങനെ ഞങ്ങള് വഴക്കൂടും. അവിടെ ഒരു വഴക്ക് പൊരിഞ്ഞടിയാണ് പാട്ട് പഠിക്കാൻ. സംഗീതം പഠിക്കാതെ തന്നെ പഴനിയപ്പ എന്ന് പറയുന്ന പാട്ട് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിറക്കി. ഞാനപ്പഴത്തെ പിരുന്ന് തുടങ്ങുന്ന പഴനിയപ്പ എന്ന പാട്ട്
പാടി സംഗീതം പോലും പഠിച്ചില്ല, സ്റ്റേജിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട് ആ പാട്ട്. അതുപോലെ പിന്നെ സംഗീതം പഠിക്കാതെ പാടി നിറമൂലം ബിലി എന്ന് പറയുന്ന പാട്ടാണ് അമൃതയിൽ ഈ ഇടയ്ക്ക് ഇപ്പം വൈറലായിരുന്നു. നന്ദനന്ദന ഗോവിന്ദ എന്ന് പറയുന്ന ആ വരിയാണ് ഇപ്പം വൈറലായത്. അങ്ങനത്തെ ടഫ് സോങ് ഒക്കെ എടുത്ത് തലയിൽ വെച്ച് തരത്തുള്ളൂ. അത് സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ബുദ്ധിമുട്ട് എനിക്ക് മാത്രമേ അറിയാവൂ. അതിന് സ്റ്റേജിന്റെ പുറകിൽ വഴക്കാണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ സ്റ്റേജ് അടിപൊളിയായിരിക്കും അല്ലേ? അടിപൊളിയാണ്. ഊപ്പാട് അടങ്ങി നിൽക്കാൻ സമ്മതിക്കില്ല, ഒരു സ്ഥലത്തൊന്നും പാടാൻ സമ്മതിക്കില്ല. കളിക്കണം, ഇറങ്ങണം, പുറത്തു പോകണം, സംസാരിക്കണം. ബുക്ക് ചെയ്യുമ്പോ ആയിരിക്കുന്ന ജനങ്ങള് അവരെ സന്ദോഷിപ്പിക്കുക എന്നുള്ളതാണ്. വേണം പോവാൻ. നമ്മളല്ലാതെ നമ്മളിഷ്ടാനുസരണം പാടിയിട്ട് കാര്യമില്ല. ഇപ്പം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പുതിയ തലമുറ ഇപ്പോൾ പഴമയുടെ ഒരുപാട് കലാകാര നേരത്തെ പറഞ്ഞ പോലെ എഴുത്തുകാരുണ്ട്, പിന്നെ സംഗീതം ചെയ്തിട്ടുണ്ട്. പഴമയുടെ പാട്ടിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പോഴത്തെ പാട്ടിന് അർത്ഥങ്ങളുണ്ടാവാം, പക്ഷേ അത് ഞാൻ ഇപ്പോഴത്തെ പാട്ടിനെ ഞാനത് തെറ്റ് പറയുന്നില്ല. പക്ഷേ നമുക്ക് നാടൻ പാട്ടുകാരെന്ന നിലയ്ക്ക് പഴമയുടെ പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പം അവിടെ ഇരിക്കുന്ന കുറച്ച് പ്രായം ചെന്നൊരു ഉത്സവപ്പറമ്പിൽ പല ആൾക്കാരിരിക്കും. അപ്പം പറന്നു 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 ചെല്ലാൻ പാടിയാണ് അവര്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. ആ നാടൻപാട്ടിനിടയ്ക്ക് ഇങ്ങനെയുള്ള പാട്ടുകൾക്ക് ആൾക്കാർ ശ്രദ്ധിക്കാം. അല്ലാതെ ഇപ്പം നാടൻ പാട്ട് മാത്രം ആദിയില്ലല്ലോ ഒരന്തമില്ലല്ലോ ഓലക്കാലം പോയായുഗത്തിൽ, ആദിയില്ലല്ലോ ഒരന്തമില്ലല്ലോ ഓലക്കാലം പോയായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ഓലക്കാലം പോയായുഗത്തിൽ, ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ഓലക്കാലം പോയായുഗത്തിൽ. നെയ്യരയം നെയ്യരയം നെയ്യരയ്യരയ്യരയം തന്നാനേ താനാദിന തന്നാരം താന, തന്നാനേ താനാദിന തന്നാരം താന. ഇതൊക്കെ കേട്ട് ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോഴായിരിക്കും ഈ പറന്ന് 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 എല്ലാം അടുത്ത പാട്ടിടുന്നത്. ആൾക്കാർ വേറൊരു വേറൊന്നും ഇതിപ്പോൾ എല്ലാം ഒരേ പാറ്റേണിൽ വരാതെ. രണ്ടാമത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പഴയ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുള്ളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ അത് ഇരിക്കും, ജനങ്ങൾ അപ്സെറ്റ് ചെയ്യും. ഇപ്പൊ ന്യൂജൻ പിള്ളേർ മാത്രമല്ലല്ലോ, ഒരുപാട് പേരുണ്ട്, പല ഇതിലുള്ള ആളുകളുണ്ട്. നിങ്ങൾ എന്നാ പുറത്തു പോണത്? ഞങ്ങൾ സെപ്റ്റംബറിൽ പോകും. എവിടെയാണ്? ഇത് UAE, നമ്മുടെ അജ്മാനില് തകർക്കാണ്. അത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് വരുന്നതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നിങ്ങനെ പോകുമായിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് പ്രോഗ്രാം സമയത്തായിരിക്കും ഇതുപോലെ വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മളെ ആശ്രയിച്ച് ഒരുപാട് പേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ അവര് എന്താവും കൂടെ ചിന്തിക്കാനുള്ളതുകൊണ്ട് അങ്ങനെ സെപ്റ്റംബറിലേക്ക് നിങ്ങൾ പോവാണ് അജ്മാനില്. സെപ്റ്റംബർ എന്താണ്? സെപ്റ്റംബർ 20 തീർച്ചയായിട്ടും ഞാനും സെപ്റ്റംബർ 20 UAE-ലുണ്ട്. അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. എന്തായാലും ചേട്ടാ, എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ മൊത്തം ഞങ്ങൾ എത്തിപ്പെടും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ സ്വന്തം നാട്ടിൽ ഒരു വിലയില്ലാത്ത, ഇപ്പം പാർവതിയുടെ ആയാലും നമ്മുടെ സ്വന്തം നാട്ടിൽ ആർക്കും വില കാണത്തില്ല. പക്ഷെ പുറമെ പോയി ഒരുപാട് കയ്യടി കിട്ടുന്നുണ്ട്. ഒരുപാട് നിങ്ങളിപ്പോ പുറത്ത് പോകുമ്പോ നിങ്ങളിപ്പോ തന്നെ പറഞ്ഞില്ലേ മലപ്പുറത്തൊക്കെ ഭയങ്കര ഫാൻസ് ആണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. സ്വന്തം നാട്ടിൽ തന്നെ കല്ലുവാതുക്കൽ നാട്ടിൽ, ഇപ്പൊ ഞാൻ ജനിച്ച നടന്ന എന്റെ കല്ലുവാതുക്കൽ നാട്ടില് അവര് പോലും ഒരു വില തരത്തില്ല, കലാകാരന് വില തരത്തില്ല. പക്ഷെ അവിടുന്ന് നമ്മള് എങ്ങനെയൊക്കെ കയറാമോ അവിടെ കയറാം. ഇത് ഒരു പക്ഷേ നമ്മൾ എപ്പോഴും മണിച്ചേട്ടൻ പറഞ്ഞതുപോലെ, മണിച്ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളൊരു കലാകാരനെ വിലയിരുത്തുന്ന അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ ഉള്ളൂ. അദ്ദേഹം മരിക്കുമ്പോഴേ ഇന്ന ആളായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. മണിച്ചേട്ടൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. മരിക്കുമ്പോഴല്ലേ അത് കിട്ടണ്ടല്ലോ. അതെ, അതാണ് മരിക്കാൻ നേരത്ത് പോലും വേറെ രീതിയിൽ പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് മരിക്കാൻ നേരത്തെ ആണെങ്കിലും അത് കിട്ടണ്ടല്ലോ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ. ഒത്തിരി ഇന്നും വാടകയ്ക്കാണ് താമസിക്കുന്നത്.
ഞങ്ങളതൊരു സ്വന്തമായിട്ട് ഞങ്ങൾ വീടോ ഒന്നുമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇത് പാട്ട് ഇത് ഇല്ല, നമ്മൾ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ അത്യാവശ്യം റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പാട്ട് മാത്രമാണ്, പാട്ട് കൊണ്ടുള്ള ഉപജീവനം മാത്രമാണ്. അത്യാവശ്യം റെക്കോർഡിങ്, പിന്നെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എങ്കിലും ഞങ്ങൾ എന്ത് കഷ്ടത്തിനും ദുഃഖത്തിനും മറ്റുള്ളവർക്ക് ഒത്തുവാക്കുകൾ കേൾക്കുന്നുണ്ട്. ഒരുപാട് 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 നമ്മളെ പഴിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ കേട്ടിട്ട് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജൈത്രയാത്ര മാത്രമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജൈത്രയാത്ര ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകട്ടെ. നമുക്ക് ഒരു പാട്ടും കൂടി പാടാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പാട്ടും കൂടെ പാടിയാലോ? പാടാം. അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. അത് ഞാൻ ഉത്സവപ്പറമ്പിലൊക്കെ നമുക്ക് ചോദിക്കും. അപ്പം നമ്മൾ ഹിന്ദു ഭക്തിഗാനം പാടുമ്പോഴത്തേക്കും ചിലപ്പോൾ ക്രിസ്ത്യൻ പാട്ട് പാടും. ക്രിസ്ത്യൻ പാട്ട് വേണമെന്നുള്ളവർ അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒരു നിറവിന് ഈ പാട്ടും കൂടെ അങ്ങ് പാടും. മാപ്പിളപ്പാട്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഇഷ്കു പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ, ഇഷ്ടമേറെ ചൊന്നിടാം ഞാൻ ഹബീബിൽ പൊന്നേ, മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ, മുസ്തഫ നബി തങ്ങളിൽ സൽ ഇശൽ പാടുന്നേ, മനസ്സിന്റെ മിഴികളിൽ മഴത്തുള്ളി തന്ന് മണിമുത്തിൻ മദിഹിന്റെ ഇശലല ഇന്ന്, മഹത്വങ്ങൾ നിറഞ്ഞുള്ള മദീനത്തെ മണ്ണിൽ മരണത്തിൻ മുമ്പേ ചാരെ വരനാശ നിറഞ്ഞ്, മഹമൂദ നബിയിൽ സുന്ദരഹാരം ചൊരിഞ്ഞ് മുണ്ടും നശീദ പാടി മനസ്സിന്റെ മോഹം ചൂടി, ഇഷ്ക് പൂക്കും സ്നേഹസന്ധ്യ വിരുന്നു വന്നേ, ഇഷ്ടമേറെ ചൊന്നിടാം ഞാൻ ഹബീബിൽ പൊന്നേ, മിസ്കു വീശും പൂമദീന മനസ്സിൽ നിന്നേ, മുസ്തഫ നബി തങ്ങളിൽ സൽ ഇശൽ പാടുന്നേ. എല്ലാം നിങ്ങൾ പിടിച്ചു വെച്ചേക്കാണ്, എല്ലാം അടിപൊളിയായിട്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനിക്കപ്പെട്ട നിമിഷം ഏതാണ്? വലിയ ടാസ്ക് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട്. ഇപ്പം കല്യാണത്തിന് ശേഷമായാലും കല്യാണത്തിന് മുന്നേ ആയാലും എനിക്കുണ്ട്, ചേട്ടനും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ശേഷമാണ് പിന്നും ഞാൻ കൂടെ ഒരു ഹൈ റേഞ്ചിൽ നിന്ന് തന്നെ പറയാം വന്നത്. കാരണം എൻ്റെ കൂടെ പാടാൻ പറ്റൂല എന്ന് പറഞ്ഞു വരെ എൻ്റെ കൂടെ നിന്ന് പാടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റേജിനകത്ത് മൈക്കിട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പം അതിൽ പരം വിഷം വേറെ ഇല്ലല്ലോ. അപ്പം അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാമിന് ഞങ്ങളിങ്ങനെ വിളിച്ചിട്ട് അവിടുത്തെ മെയിൻ ഗസ്റ്റ് വന്ന സമയത്ത് ഞങ്ങളെ പുറകിൽ കൂടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ മെയിൻ ഗസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞങ്ങളവിടെ പ്രോഗ്രാമിന് വിളിച്ചതാ. അപ്പൊ വിളിച്ചിട്ട് ഞങ്ങളെ സ്റ്റേജിന്റെ സൈഡിൽ കൂടെ ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടായാലും ഇപ്പം ഫീമെയിൽ വോയിസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്ക് മെയിൽ വോയിസ് ആയിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കിളിനാദം പോലെ പാടുന്ന ഒരു ടൈപ്പ് അല്ല. എനിക്കിങ്ങനെ എന്നെ പലരും കളിയുന്ന ക്യാപ്റ്റൻ രാജ് സാറിന്റെ ഇത് വെച്ചാണ്. കാരണം സംസാരിക്കുമ്പോ ഇപ്പൊ കോള് വന്നാൽ പോലും ചേട്ടന് കോള് വരുമ്പോഴത്തേക്ക് കമ്മിറ്റിക്കാരായിരിക്കും ചിലപ്പോ നമ്മളറിയാൻ ആരെങ്കിലും ആയിരിക്കും വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പരിചയപ്പെടാൻ വിളിക്കുമ്പോഴത്തേക്കും ചേട്ടനോട് ഞാനായിരിക്കും ഫോൺ എടുക്കുന്നത് ചേട്ടൻ കുളിക്കുമ്പോ. അപ്പോൾ ഞാൻ പറയും ചേട്ടൻ കുളിക്കുകയാണെന്ന് പറയും. അപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചിട്ട് ചോദിക്കും അനിയനാണോ ഫോൺ എടുത്ത്. അങ്ങനെ ചോദിക്കും. അനിയനല്ല, അതെന്റെ വൈഫാണ്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അവിടെ പാടിക്കൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാമോ, അങ്ങനെയൊക്കെ ഞങ്ങളുടെ പറഞ്ഞു ഇറങ്ങിത്തരാം, നിങ്ങളോട് ഇറങ്ങിത്തരാമോ, ഒന്ന് ഒഴിഞ്ഞു തരാമോ എന്നൊക്കെ അവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. പാട്ട് നമ്മൾ പാടും. നമ്മുടെ വീട്ടിലായാലും ഇപ്പൊ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല നമ്മൾ പാടും. ഈ പാടി നമ്മൾ ഓരോ പാട്ടുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതമല്ലേ ചിലവർക്ക്. പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടാക്കാൻ പല ആൾക്കാരെ ശ്രമിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എന്നെ പുകഴ്ത്തി അവരെ ഇടിച്ചമർത്തും. ചിലര് നേരെ തിരിച്ച് സജി അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനത്തെ സ്വഭാവം ഉണ്ട്, ഇങ്ങനത്തെ സ്വഭാവം. എന്റെ ഭർത്താവിനെ നിങ്ങൾ ശ്രദ്ധിക്കണോണ്ടല്ലേ അങ്ങനെ പറയുന്നത്. കൂടുതലും പറയുന്നത് നിന്റെ ഭാര്യയുടെ കഴിവുണ്ടല്ലേടാ നീ ഇങ്ങനെ നിൽക്കുന്നത്, ഞെളിഞ്ഞ് നിൽക്കുന്നത്, അല്ലാതെ നിനക്ക് എന്ത് കഴിവുണ്ടായിട്ട്. അങ്ങനെ കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ നമുക്കൊരു അവാർഡ് കിട്ടിയത്.
ഒരു പ്ലേബാക്ക് സിംഗർ കൂടെയാണ്, പിന്നെ ഒരു ഡയറക്ടറാണ്, ഒരു സംഗീത സംവിധായകനാണ്. അപ്പോൾ ഇതൊന്നും നിസ്സാര കാര്യമല്ലല്ലോ. എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. ഏറ്റവും വലിയ സന്തോഷം ഇനി അടുത്ത് പറ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഞങ്ങൾക്ക് അത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കിട്ടിയ പ്രേമനസരി പുരസ്കാരം 2023 ഭാഷ സാറാണ് ഞങ്ങൾക്കത് തരുന്നത്. അത് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഗവർണർ ഉണ്ടായിരുന്നു, പശ്ചിമ ബംഗാൾ ഗവർണർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് സിനിമാ നടന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ മുമ്പിലൊക്കെ ഇരുന്ന് അത് ഏറ്റുവാങ്ങാൻ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. രണ്ട്, ആരും ആഗ്രഹിക്കുന്ന ഒരു കലാകാരൻ എടുത്ത് മയക്കെടുക്കുമ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മനസ്സിലുണ്ട് ഒരു സിനിമയിൽ പാടുക, പിന്നെ ഗൾഫ് ഷോ ചെയ്യുക. ഇതും എത്തി, സിനിമയിൽ പാടി ഗൾഫ് ഷോയിലും എത്താനുള്ള അത്യാവശ്യം ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഈ കഷ്ടതയിലൂടെ വന്ന് ദൈവം നമ്മളെ ഇത്രത്തോളം ദൈവം വളരെ സർവശക്തനായ ദൈവത്തോട് പറയുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ജൈത്രയാത്രയും അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. തമ്പുരാൻ എത്ര നാൾ ആയുസ് തരുന്നു അത്ര നാള് മുന്നോട്ട് പോകും. എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തും, അതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മൾ നല്ല രീതിയിലേക്ക് നല്ല മനസ്സോടുകൂടി നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അല്ലേ, ഇപ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി ഓ നീ സൂപ്പർ ആയിട്ടുണ്ടല്ലോ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ അങ്ങോട്ട് പറയാതെ നമുക്ക് നല്ല പവർഫുൾ ആയിരിക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഫോൺ എടുത്തൊരു മൂലയ്ക്ക് ഇരുന്നൊരു പാട്ട് പാടിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ പാടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എൻ്റെ പാട്ടാണ് ചേട്ടൻ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഞാനത് പിന്നെ പോയി കേൾക്കാൻ നിൽക്കില്ല. പാടിക്കഴിഞ്ഞ് ഞാനങ്ങ് പോകും. അതൊരു 50 വട്ടം ഇരുന്ന് കേൾക്കും. അതിലെന്തെങ്കിലും മുക്കും മൂലം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കും. പറ്റത്തില്ല, ഞാൻ അതിരുന്ന് കണ്ട് ഒരു 10-15 വട്ടമെങ്കിലും ഞാൻ ഇരുന്ന് കാണണം. നീ തൃപ്തിയാവണം, എന്നിട്ട് നീ അഭിപ്രായം പറഞ്ഞിട്ടേ പോവാവൂ. ആ ഒരു സ്വഭാവക്കാരണം. അല്ലാതെ എടുത്തുടനെ ഇടിപിടിന്ന് പോസ്റ്റ് ചെയ്യത്തില്ല. അത് ഞാൻ എന്നെ കൊണ്ട് കണ്ട് 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 എൻ്റെ ഊപ്പാട് വരും. അങ്ങനെ അത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് ഇവിടെ. എന്തായാലും ഒരുപാട് സന്തോഷം എൻ്റെ അടുത്ത് വരാനും എൻ്റെ ചാനലിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റിയാലും കുറേ പാട്ടുകൾ എനിക്ക് പാടി തന്നു. സന്തോഷം. കാരണം ഞാൻ കേട്ടിട്ടുള്ള ആ പാട്ടുകാരനെ കേൾക്കാൻ നേരത്തെ ഈ ആൾ എവിടെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവർ വന്ന് ആ പാട്ട് എൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് പാടാൻ പറ്റിയില്ല. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം അതും എനിക്കൊരു ഭാഗ്യമാണ്. കാരണം ഇങ്ങനെ കിട്ടാന്നുള്ളത് തന്നെ. കാരണം ഇതാണ് നമ്മൾ എവിടെയെങ്കിലും നേരത്തെ പറഞ്ഞ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ ആ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇഷ്ടം നമ്മുടെ അടുത്ത് എത്തിയിരിക്കും. അതാണ് നിങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. എനിക്കും ഇഷ്ടമുണ്ട്, നിങ്ങൾക്കും ഇഷ്ടമുണ്ട്, അതുകൊണ്ട് നമ്മളത് അവിടെ എത്തിപ്പെട്ടു. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിൽ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പറന്ന് നിങ്ങളിങ്ങനെ പോകട്ടെ. എന്തായാലും അടുത്ത വർഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കുഞ്ഞിക്കാലം കൂടി കാണാനുള്ള ഒരു ഭാഗ്യം ദൈവതമ്പുരാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കിടുക്കാച്ചി പാട്ടും കൂടി പാടി വൈൻഡപ്പ് ചെയ്യാം. ഒരു കിടുക്കാച്ചി പാട്ട് പാടി നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ ആടാടോ മയിലാടാടോ മയിൽ തേവരുടെ മയിലാടാടോ ആടാടോ മയിലാടാടോ മയിൽ തേവരുടെ മയിലാടാടോ ആടട്ടെ മയിലാടട്ടെ മയിലക്കര കുന്നില പൂമയിലേ ആടട്ടെ മയിലാടട്ടെ മയിലക്കര കുന്നില പൂമയിലേ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ കര പൂമയിലെ മയിലാടിവാ മയിലാടിവാ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ ഒന്നാം വള്ളിയില വള്ളി ചുള്ളിയിലാടിവാ മയിലാടിവാ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഇവരുടെ വിശേഷങ്ങളും ഇവരുടെ ഒരുപാട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഇവർക്ക് വേണ്ടി ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം ഇബ്രു.